ഹായ് ഓൾ, വെൽക്കം ടു ജെയിലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾ വളരെ കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടുണ്ടാവും. HSAയുടെ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളും അതുപോലെ മാസങ്ങളുമായിട്ടൊക്കെ പലരുടെയും സംശയമായിരുന്നു, HSA നോട്ടിഫിക്കേഷൻ ഇനി വരുമോ? ഒരുപാട് മാറ്റങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വരാൻ പോകുന്ന കാലഘട്ടം. അപ്പോൾ അവിടെ ഒരു HSA പോസ്റ്റ് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാമോ? ക്വാളിഫിക്കേഷനിൽ മാറ്റം വരുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് BEd കഴിഞ്ഞ് ഡിഗ്രിയോടുകൂടി, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം BEd നേടി, അതുപോലെ PG കഴിഞ്ഞവർ ചിലപ്പോൾ BEd നേടി, അവർക്കൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു സമയമാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഒരു പകുതി ആശ്വാസം അല്ലെങ്കിൽ കുറച്ച് ഒരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു വിജ്ഞാപനമാണ്, PSC വിജ്ഞാപനമാണ് ഈ സെപ്റ്റംബർ 30-ന് ഇറങ്ങിയ വിജ്ഞാപനം. അതിൽ എന്താ, HSA നോട്ടിഫിക്കേഷൻ, അതായത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. കാറ്റഗറി നമ്പർ 330/2024 HSA സോഷ്യൽ സയൻസ് ആണ്. ഹൈസ്കൂൾ ടീച്ചർ HSA, അതായത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്, ആ ഒരു സബ്ജക്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് ഒരു പൊതുവായിട്ടുള്ള വേക്കൻസി അല്ല, കന്നഡ മീഡിയമാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. അവിടെ എന്താണ് പ്രാധാന്യം? അപ്പൊ നിങ്ങൾക്ക് പലർക്കും ചോദിക്കാം, മലയാളം മീഡിയത്തില് ഈ HSA സോഷ്യൽ സയൻസ് വന്നിട്ടില്ലല്ലോ, കന്നഡ മീഡിയത്തിലാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. മറ്റൊരു വേക്കൻസി കൂടിയുണ്ട്. കാറ്റഗറി നമ്പർ 331/2024 ആ വിജ്ഞാപനം അനുസരിച്ച് മാത്തമാറ്റിക്സ്, അതായത് അറിയാലോ മാത്സ് ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചറായിട്ട് അതിന്റെ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. പക്ഷെ അത് തമിഴ് മീഡിയത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും സംശയങ്ങൾ ഉണ്ടാവാം. മലയാള മാധ്യമത്തിൽ പഠിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ രണ്ട് വേക്കൻസിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം പലരുടെയും മനസ്സിൽ ഉയർന്നു വരാം. അതിനുള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ വിജ്ഞാപനം നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ പോയാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാരണം അതിൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് PSC പറയുന്നുണ്ട്. നേരത്തെയുള്ള HSAകൾ, അതായത് ഇതിന് മുമ്പൊക്കെ നടന്നിട്ടുള്ള HSA പരീക്ഷകളുടെ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഈ രണ്ട് വേക്കൻസിയിലും പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിഗ്രി വിത്ത് BEd കേട്ടറ്റ് കാറ്റഗറി 3 ഇത് മാത്രം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ രണ്ട് വേക്കൻസിക്കും, അതായത് സോഷ്യൽ സയൻസിൽ BEdും കേട്ടറ്റും നേടിയവർക്കും, മാത്തമാറ്റിക്സിൽ BEdും ഡിഗ്രിയും കേട്ടറ്റും നേടിയവർക്കും എന്ത് ചെയ്യാം, ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയം ഇതായിരുന്നു. എന്താണ്, വരുന്ന അക്കാഡമിക് ഇയറിൽ, ആ അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് സർക്കാരിന്റെ മുൻപിലെത്തിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിൽ വരുമോ? ആ നടപ്പിൽ വന്നാൽ തന്നെയും പഴയ ക്വാളിഫിക്കേഷനോടുകൂടി ഡിഗ്രി വിത്ത് BEd കേട്ടറ്റ് കാറ്റഗറി 3 ഉള്ളവർക്ക് ഇനി വരുന്ന HSAക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല വീഡിയോയുടെയും താഴെ കമന്റ് വരുന്നത് കാണുന്നുണ്ട്, ഇനിയൊരു HSA വരില്ല, ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള HSA മലയാളത്തിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് 2026 തീരുന്ന മുറയ്ക്ക് പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2025 അല്ലെങ്കിൽ 2024 അവസാനം ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 2026 എക്സാം നടത്തി എങ്കിൽ മാത്രമേ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളൂ. ആ സാധ്യത സജീവമായി നിലനിൽക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിനു മുമ്പുള്ള ജയിലേന്റെ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1-2 മാസം മുമ്പ് എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഖാദർ കമ്മിറ്റിയെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2 ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്.
അത് 2 ഭാഗങ്ങളിലെ ഒന്നാമത്തെ ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്. നിർദ്ദേശങ്ങളാണ് ഖാദർ കമ്മിറ്റി സർക്കാരിന് മുമ്പിലേക്ക് വച്ചിരിക്കുന്നത്. അതില് എന്താ പറഞ്ഞിരിക്കുന്നത്? വരുന്ന 10 വർഷങ്ങൾക്കുള്ളിൽ ഒരു മാറ്റം ഉണ്ടായാൽ മതി. 2030 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ വരുന്ന വേക്കൻസി, അതായത് UPSC ആയാലും HSA ആയാലും ഉള്ള മാറ്റങ്ങൾ പതുക്കെ പതുക്കെ വരുള്ളൂ. അതിനുശേഷം വരുന്ന യോഗ്യതകളിലായിരിക്കും മാറ്റം വരിക, അല്ലെങ്കിൽ വരുത്താൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ നിർദ്ദേശം പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചു. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഇത് പുറത്തിറക്കി. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ മാത്രമാണിത്, പ്രായോഗികമായി നടപ്പിൽ വരുത്തുന്നതിന് ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട്. അധ്യാപക സംഘടനകളുമായിട്ടുള്ള ചർച്ച നടത്തണം. അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കഴിഞ്ഞ യോഗ്യതയുടെ, അതായത് ഈ കഴിഞ്ഞ HSA പരീക്ഷകളുടെ അതേ യോഗ്യത തന്നെയാണ് ഈ HSA പുതിയ വിജ്ഞാപനം. മാത്സിലും അതുപോലെ സോഷ്യൽ സയൻസിലും മീഡിയം മാറിയെന്നേ ഉള്ളൂ കുട്ടികളെ. നിങ്ങൾ അതൊന്നും കണ്ടും പേടിക്കണ്ട. അപ്പൊ പലരും ഇപ്പോ പഠനം തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇതിനുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പഠിച്ചു തുടങ്ങിക്കോളൂ, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. വരുന്നത് പുതിയൊരു മാറ്റം വന്നാലും ഇനിയും അത് സമയമെടുക്കും. നമുക്കിനി വരാൻ പോകുന്ന HSA പോസ്റ്റുകൾ വരും, വേക്കൻസി വരും. ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് ഒരു പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എയ്ഡഡ് സ്കൂളിലെ തസ്തിക നിർണയം, അതിനെ കുറിച്ചൊരു സർക്കാരിന്റെ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ HSA ഇംഗ്ലീഷ് വേക്കൻസി എത്രയും പെട്ടെന്ന് നികത്തണം എന്നുള്ളൊരു ഉത്തരവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അത് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ശുഭലക്ഷണമായിട്ട് നമുക്ക് കാണാം. അതായത് ഡിഗ്രി വിത്ത് BEd കേട്ടറ്റ് കാറ്റഗറി 3 ഉള്ള കുട്ടികൾക്ക് പഠനം ഒന്നുകൂടി ഊർജ്ജസ്വലമായിട്ട് തുടരേണ്ട, അല്ലെങ്കിൽ തുടങ്ങാത്തവർ തുടങ്ങേണ്ട ഒരു സമയം തന്നെയാണ്. കന്നഡ മീഡിയത്തില് പഠിച്ചിട്ടുള്ളവർക്ക് ആ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം. തമിഴ് മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക് ആ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം. ആർക്ക്? ഡിഗ്രി വിത്ത് BEd കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മലയാളം മീഡിയം ജോലി കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾ നിരാശപ്പെടേണ്ട. തീർച്ചയായിട്ടും HSA പരീക്ഷ വരും. അതിനുള്ള ക്വാളിഫിക്കേഷനിലും വലിയ മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഈ 2 വേക്കൻസിയുടെ വിജ്ഞാപനം അനുസരിച്ച് നമുക്ക് ആശ്വസിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എല്ലാവരും ഈ പറയുന്ന ഡിഗ്രി ഉള്ളവര്, ദൈവമേ ഞങ്ങൾ ഇനി PGയും കൂടി നേടിയാൽ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സംശയത്തോടെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആശ്വസിക്കുക, ഒന്ന് ദീർഘനിശ്വാസം വിടുക, ധൈര്യമായിട്ട് പഠനം തുടങ്ങുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നാലും പുതിയ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എല്ലാവരുടെയും സംശയമായിരുന്നല്ലോ, UP സ്കൂൾ വരെ ഡിഗ്രി യോഗ്യതയാക്കണം, അതിനുശേഷം PG ആക്കണം, HSA പോയിട്ട് അല്ലെങ്കിൽ HST എന്ന് പറയുന്ന ഈ പോസ്റ്റ് പോയിട്ട് SST എന്ന് പറയുന്ന പോസ്റ്റ് ആയിട്ട് മാറും. അത് ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ ടീച്ചർ എന്ന തസ്തികയിലേക്ക് മാറും. അതേ ശമ്പള സ്കെയിൽ തന്നെ +2-നും +1-നും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഹൈസ്കൂളിലും പഠിപ്പിക്കണം എന്നൊക്കെ രീതിയിലുള്ള നിർദ്ദേശങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ തന്നെയും ഈ വിജ്ഞാപനം വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് വരാൻ പോകുന്ന HSA എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് HSA തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ലിസ്റ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? HSAയുടെ നമുക്ക് ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും ഏതാണ്ട് ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ആശ്വസിക്കാം. ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനോടെ തന്നെ വരും. മലയാളവും ഇംഗ്ലീഷും മാത്സും അതുപോലെ സോഷ്യൽ സയൻസും നാച്ചുറൽ സയൻസും എല്ലാം നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് 2024 ഒക്ടോബറായി, നവംബർ ഡിസംബർ 2 മാസവും കൂടി ഉള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ഏതാണ്ട് ഒരു 3 മാസങ്ങൾക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ച് തുടങ്ങുക ഇപ്പോഴേ തന്നെ. അതിൽ നമുക്കറിയാം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടാവും, ജനറൽ പേപ്പർ ഉണ്ടാവും. അപ്പൊ ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പഠനമായിരിക്കണം നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. ഈ കഴിഞ്ഞ LP UP പരീക്ഷ എഴുതിയവരിൽ കാറ്റഗറി 3 ഉള്ള കുട്ടികൾ ഉണ്ടാവാം, ഡിഗ്രി വിത്ത് BEd ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ UP സ്കൂൾ പരീക്ഷ എഴുതിയ ആ വിദ്യാർത്ഥികൾക്ക് HSCക്കും കൂടി ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനും കൂടി ശ്രമിക്കുന്ന ഒരു അവസരം തന്നെയാണ് മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പഠനം തുടങ്ങിക്കോളൂ. അതിനു വേണ്ടിയിട്ട് JLED നിങ്ങളുടെ മുൻപിലുണ്ട്, നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ നല്ല വശങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് JLED കൂടെയുണ്ട്. HSC മലയാളവും അതുപോലെ തന്നെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും മാത്സും ഇംഗ്ലീഷുമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഫിസിക്കൽ സയൻസ് എല്ലാ വിഷയങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കോംബോ ഓഫറിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾ ഓർക്കുക. പിന്നെ വരുന്ന കേട്ടറ്റ് പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡിസംബറിൽ കേട്ടറ്റ് പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 3 നേടാത്തവർ അതിന് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് വരുന്ന HSCക്ക് അപ്ലൈ ചെയ്യുക. ആ ക്വാളിഫിക്കേഷൻ നേടുമ്പോൾ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷമാണ് HSC നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ഒരു ലക്ക് തന്നെയായിരിക്കും. അപ്പോൾ കേട്ടറ്റ് ഓൾറെഡി നേടിയവർക്ക് ഇപ്പോഴേ തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട് ഇന്ന് തന്നെ ഒരു ആത്മവിശ്വാസത്തോടെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് കരുതി ആരും ഇരിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പഠനത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണം. തീർച്ചയായിട്ടും JLED നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, JLEDന്റെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ വീഡിയോകൾ നിങ്ങൾ കൂടുതൽ എത്തപ്പെടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ട്, പുതിയ നിർദ്ദേശങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കമന്റ് ബോക്സിൽ അതിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, വിളിക്കുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളാണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും. അതിന് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഉഷാറല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.